ഒരു ഓണസദ്യ എന്ന് പറയുന്ന ഏറ്റവും ഹെൽത്തി ഓപ്ഷനാണ് ഒരു മലയാളിയെ സംബന്ധിച്ച്. എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്. ശർക്കര പുരട്ടി നമ്മൾ ആദ്യം കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻസൈംസിനെ, അതായത് ഡൈജസ്റ്റീവ് എൻസൈംസിനെ നമ്മൾ വിളിക്കുന്നതാണ്. ആദ്യം നമ്മൾ മധുരം കൊടുത്താണ് എൻസൈംസിനെ നമ്മളുടെ വയറിലേക്ക് കൊണ്ടുവരുന്നത്. നെയ്യെന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഫുഡാണ്. അപ്പൊ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ബ്രെയിനെയാണ് നമ്മൾ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നുള്ളതാണ്. സാമ്പാർ എന്ന് പറയുമ്പോൾ അഗെയിൻ പ്രോട്ടീൻ വിത്ത് വെജിറ്റബിൾസ് ആണ്. അതുപോലെ തന്നെ ഈ ഇഞ്ചി, നമ്മൾ പുളിയിഞ്ചി എന്ന് പലരും പറയും, ഇഞ്ചിക്കറി എന്ന് നമ്മൾ പറയും. അത് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ വീണ്ടും സ്റ്റിമുലേറ്റിംഗ് ഓഫ് എൻസൈംസ് ആണ്. പറയുമ്പോ തന്നെ വായിൽ വെള്ളം. ഞാൻ അതാ സത്യം പറയുമ്പോഴേ എന്റെ മുമ്പിൽ ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. അതേപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവര് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് മത്തങ്ങ എരിശ്ശേരിയും ഓലനുമാണ്. ഓലൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിലുള്ള സാധനങ്ങളാണ്. തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഗട്ട് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാനം വരുന്ന കാളൻ എന്ന് പറയുന്നത് അത് ഇത്തിരി പുളിച്ച് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോബയോട്ടിക് ഇത് അതിനകത്ത് കൂടുതലായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പായസം വരുന്നു. ഈ പായസം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അവസാനം സംഭാരം കുടിക്കുന്നു. കുത്തി നിറച്ച് തൊണ്ട വരെ കഴിക്കരുത്. കാരണം ഇത് ഒരിക്കലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് കാരണം ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് സംഭാരം കുടിച്ച് അവസാനിപ്പിക്കുക.